ഉയരുന്നത് പശ്ചിമേഷ്യയിലാണെങ്കിലും ലക്ഷക്കണക്കിന് നിക്ഷേപകരുടെ ഉള്ളിലാണ് തീയാളുന്നത്. കൈകൊള്ളാത്തവർ ഇല്ലെന്ന് തന്നെ പറയാം. കൈവശമുള്ള ഓഹരികൾ നഷ്ടം സഹിച്ച് വിറ്റുമാറണോ, അതോ കുറഞ്ഞ വിലയ്ക്ക് അതേ ഓഹരികൾ വാങ്ങി ആവറേജിങ്ങിന് ശ്രമിക്കണോ? അതുമല്ല, ഓഹരി നിക്ഷേപം എന്നേക്കുമായി മതിയാക്കി മറ്റു മാർഗങ്ങൾ അന്വേഷിച്ചു പോകണോ എന്നിങ്ങനെ ആകെ ആശയക്കുഴപ്പത്തിലാണ് നിക്ഷേപകർ. ഫോക്കസ് ഓൺ ഫൈനാൻസ് അവതരിപ്പിക്കുന്ന ഈ വീഡിയോയുടെ പ്രസക്തി ആശയക്കുഴപ്പത്തിന്റെ ഈ പശ്ചാത്തലത്തിലാണ്. ഇത്തരം വിഷമസന്ധികളിൽ നിക്ഷേപകർ അനുവർത്തിക്കേണ്ട തന്ത്രങ്ങളും രക്ഷാമാർഗങ്ങളും ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇതിനെ ഒരു മാർക്കറ്റ് പ്രിവ്യൂ എന്നതിലുപരി ഒരു മാർക്കറ്റ് അഡ്വൈസറിയായി കണക്കാക്കാൻ അപേക്ഷ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിക്ഷേപത്തിന് തിരഞ്ഞെടുക്കാവുന്നതും അതുപോലെ തന്നെ ചതിക്കാത്തതുമായ ഓഹരികളുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നത് കൂടിയാണ് ഈ വീഡിയോ. മികച്ച മ്യൂച്വൽ ഫണ്ട് പദ്ധതികൾ സംബന്ധിച്ചും ഇതിൽ പ്രതിപാദിക്കുന്നു. ഏത് തരം മ്യൂച്വൽ ഫണ്ട് പദ്ധതികളാണ് ഇപ്പോൾ നിക്ഷേപത്തിന് അനുയോജ്യം എന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഓഹരി വിപണി യുദ്ധക്കളം പോലെയാണെന്നും ഭയന്ന് ഓടുന്നവർക്കല്ല, പൊരുതാൻ ധൈര്യമുള്ളവർക്കായിരിക്കും നേട്ടമെന്നും മുൻ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു. വ്യക്തിപരമായ പരാമർശങ്ങൾ ഫോക്കസ് ഓൺ ഫൈനാൻസിന്റെ വീഡിയോകളിൽ ഉൾപ്പെടുത്താറില്ലെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയാണ് ഇവിടെ. 50 വർഷത്തിലേറെയായി വിപണിയുടെ അനുദിന സ്പന്ദനങ്ങൾ തത്സമയം നിരീക്ഷിച്ചു പോന്ന വ്യക്തി എന്ന നിലയിലും അതുപോലെ തന്നെ വിപണിയുമായി ബന്ധപ്പെട്ട സർവ്വ സംഭവങ്ങളും ദിവസേന വിലയിരുത്തേണ്ടി വന്നിട്ടുള്ള ഒരു പ്രൊഫഷണൽ എന്ന നിലയിലുമാണ് അഭിപ്രായ പ്രകടനം. വിപണി നേരിട്ടുകൊണ്ടിരിക്കുന്ന തകർച്ച തീർത്തും താൽക്കാലികമാണെന്നും ഇതിനെ അതിജീവിക്കാൻ മനക്കരുത്ത് മാത്രം മതിയാകുമെന്നാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ള അനുഭവ സാക്ഷി. 1962 ഇന്ത്യ ചൈന യുദ്ധവും 20 വർഷം നീണ്ട് 1975 മാത്രം അവസാനിച്ച വിയറ്റ്നാം യുദ്ധവും മുതൽ പല യുദ്ധങ്ങളും ഹർഷത് മേത്ത മോഡൽ കുംഭകോണങ്ങളും 1970 ക്രൂഡ് ഓയിൽ പ്രതിസന്ധികളും ലേമൻ ബ്രദേഴ്സിന്റെ തകർച്ചയെ തുടർന്നുണ്ടായ ആഗോള സാമ്പത്തിക മാന്ദ്യവും ഹിൻഡൻബർഗ് ആരോപണവും ഒക്കെ വിപണിയിൽ താൽക്കാലിക പ്രതിസന്ധി മാത്രമാണ് സൃഷ്ടിച്ചതെന്ന് കാണാൻ കഴിഞ്ഞു. എന്നാൽ അന്നൊക്കെ സെൻസെക്സ്, നിഫ്റ്റി തുടങ്ങിയ വില സൂചികകൾ പ്രാബല്യത്തിൽ വന്നിരുന്നില്ല. 1986 മാത്രമാണ് സെൻസെക്സ് രൂപം കൊള്ളുന്നത്. അതിനും ഏതാനും വർഷങ്ങൾക്ക് ശേഷമാണ് നിഫ്റ്റി രൂപം കൊള്ളുന്നത്. അതിനാൽ സൂചിക അടിസ്ഥാനത്തിൽ എത്രമാത്രം തകർച്ചയുണ്ടായെന്നോ അല്ലെങ്കിൽ എത്രമാത്രം അത് വീണ്ടെടുത്തെന്നോ ഒന്നും പറയുക സാധ്യമല്ല. എങ്കിലും ആ പ്രതിസന്ധികളൊക്കെ താൽക്കാലികമായിരുന്നു എന്നാണ് കണ്ടത്. ആ തകർച്ചകൾക്ക് ശേഷം കരുത്ത് വീണ്ടെടുത്ത് കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിച്ചുയർന്ന ചരിത്രമാണ് വിപണിയുടേത്. അതിനാൽ വിപണിയിലുള്ള വിശ്വാസം കൈവിടാതിരിക്കുക, വിശ്വാസം രക്ഷിക്കുക തന്നെ ചെയ്യും. നിഫ്റ്റി 50 സൂചികയുടെ 30ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ സാരഥി തുഹിൻകാന്ത പാണ്ഡെ പങ്കുവച്ചതും ഇതേ ആശയമാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പേരിൽ നിക്ഷേപകർ പരിഭ്രാന്തരാകരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം. പ്രതിസന്ധിയെ ശാന്തമായി നേരിടാനാണ് പാണ്ഡെ ഉത്ബോധിപ്പിച്ചത്. എങ്ങനെ പ്രതിസന്ധിയെ അതിജീവിക്കും? ചില കരുതലുകളാണ് ഏറ്റവും പ്രധാനം. ആ കരുതലുകളിൽ ഏറ്റവും പ്രധാനം യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങളെ അതിരുവിട്ട് ഭയക്കാതിരിക്കുക എന്നതാണ്. പ്രധാനമായും ഓർക്കേണ്ട ഒരു കാര്യം, ഇത് ഇന്ത്യ ഉൾപ്പെടുന്ന സംഘർഷമല്ല എന്നതാണ്. ഇസ്രയേലും അമേരിക്കയും ഇറാൻ ഉൾപ്പെട്ട സംഘർഷം എന്ന നിലയിലല്ലാതെ ഇന്ത്യക്ക് ഇതിൽ ഒരു പങ്കുമില്ല. ഇന്ത്യയുടെ അടിസ്ഥാന സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. രാജ്യത്തെ സാമ്പത്തിക സാഹചര്യങ്ങളോ കോർപ്പറേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട ആശങ്കകളോ ഒന്നുമല്ല വിപണി നേരിടുന്ന ദുസ്ഥിതിക്ക് കാരണം എന്ന തിരിച്ചറിവ് ഈ സന്ദർഭത്തിൽ ഉണ്ടായിരിക്കണം. ഇന്ത്യയുടെ വളർച്ച ഇപ്പോൾ വളരെ ശ്രദ്ധേയമായ നിലയിലാണ്. IMFO, രാജ്യാന്തര റേറ്റിംഗ് ഏജൻസികളോ സമ്പദ് വ്യവസ്ഥയുടെ ഭദ്രതയിൽ ഒരു സംശയവും പ്രകടിപ്പിച്ചിട്ടില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നോമുറ എന്ന ഏജൻസി മാത്രമാണ് ചെറിയ തോതിലെങ്കിലും ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 7.1% ആയിരിക്കുമെന്നാണ് നോമുറ അനുമാനിച്ചിരുന്നത്. അതിപ്പോൾ ആ ഏജൻസി 7% എന്ന് തിരുത്തി കുറിച്ചിട്ടുണ്ട്. അതാകട്ടെ വളരെ നിസ്സാരമായ ഒരു വ്യത്യാസം മാത്രമാണ്. ക്രൂഡ് ഓയിൽ വിലക്കുതിപ്പാണ് വിപണിയെ വല്ലാത്ത ആശങ്കയിലാക്കിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ആശങ്കയ്ക്ക് വലിയ പ്രസക്തി ഒന്നുമില്ല. കാരണം ഹോർമൂസ് കടലിടുക്കിലൂടെ തന്നെ ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ എത്തി തുടങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പെട്രോൾ, ഡീസൽ വിലകൾ ഇന്ത്യയിൽ വർദ്ധിപ്പിക്കേണ്ടി വന്നിട്ടില്ല. പാചകവാതകക്ഷാമം വലിയൊരളവിൽ ഉണ്ടെങ്കിൽ പോലും അത് പ്രധാനമായും പൂഴ്ത്തിവയ്പ്പിന്റെയും മറ്റും ഫലമാണ്. അത് സർക്കാർ ചില കർശന നടപടികൾ സ്വീകരിക്കുന്നത് കൂടി ആ പ്രശ്നവും തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
എന്ന് മാത്രമല്ല സൂയസ് കനാൽ വഴിയും ക്രൂഡ് ഓയിലിന്റെ വരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ക്രൂഡ് ഓയിലിന്റെ രാജ്യാന്തര വിലക്കയറ്റം പോലും ശാശ്വതമല്ലെന്ന് ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഇപ്പോൾ രാജ്യാന്തര വിലയിൽ ഉണ്ടായിരിക്കുന്ന ക്രൂഡ് ഓയിൽ വില വർധന 20% മാത്രമാണ്. 1970 300% വരെ വില ഉയർന്നെങ്കിലും പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നതിന് ചരിത്രം സാക്ഷിയാണ്. വിദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഓഹരി വിൽപ്പനയ്ക്കും അമിത പ്രാധാന്യം നൽകേണ്ട ആവശ്യമില്ല. പരിഭ്രാന്തി പടർത്തി വികസന വിപണികളെ തളർത്താനുള്ള ശ്രമം ഇത്തരം സന്ദർഭങ്ങളിൽ വിദേശ നിക്ഷേപകരിൽ നിന്ന് ഉണ്ടാവുക സ്വാഭാവികമാണ്. അതിനാൽ അതും താൽക്കാലികമായിരിക്കും എന്ന് ഓർത്തിരിക്കുക. നാളെയെപ്പറ്റിയുള്ള അവ്യക്തത സൃഷ്ടിക്കുന്ന ആശങ്കയും ഈ സന്ദർഭത്തിൽ നിക്ഷേപകർ ഒഴിവാക്കേണ്ടതുണ്ട്. അത് മനഃശാസ്ത്ര വിദഗ്ധരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആങ്സൈറ്റി ഡിസോർഡർ എന്ന രോഗാവസ്ഥയാണ്. ഓഹരി വിപണി പോലെ വളരെ ഗൗരവമേറിയ ഒരു ഇടത്ത് ഇടപാടുകളിൽ ഏർപ്പെടുമ്പോൾ അവിടെ ആശങ്കകൾക്കല്ല വിവേകത്തിനായിരിക്കണം പ്രാമുഖ്യം. ഏത് കൊടുങ്കാറ്റിനെയും നേരിടാൻ കരുത്തുള്ള ഓഹരികൾക്ക് വിപണിയിൽ ഒരു ക്ഷാമവുമില്ല. അവയുടെ ബലത്തിലാണ് വിപണി പ്രതിസന്ധികളെ അനായാസം മറികടക്കുന്നത് എന്ന ബോധ്യം എല്ലാ നിക്ഷേപകർക്കും ഉണ്ടാകണം. ചരിത്രത്തിലൂടെ അല്പം ഒന്ന് പിന്നോട്ട് നടന്നാൽ തകർച്ചകൾ വിപണിയെ തളർത്താനല്ല, അത് കൂടുതൽ കരുത്തോടെ വളർത്താനാണ് സഹായിച്ചിട്ടുള്ളത് എന്ന് ബോധ്യമാകും. 2020 വരെ മാത്രമേ പിന്നോട്ട് പോകേണ്ടതുള്ളൂ. 41,000 പോയിന്റിൽ നിന്ന് സെൻസെക്സ് 30,000 പോയിന്റിലേക്ക് താഴുന്നതാണ് അന്ന് കണ്ടത്. എന്നാൽ ആ വർഷം തന്നെ സെൻസെക്സ് 47,000 പോയിന്റിലേക്ക് കുതിച്ച് ഉയരുന്നതും കണ്ടു. ഇതൊരു അനുഭവ പാഠമായി നിക്ഷേപകരുടെ മുന്നിൽ ഉണ്ടാവണം. ടൈം കറക്ഷനും പ്രൈസ് കറക്ഷനും ഏറെക്കുറെ പൂർത്തിയായിരിക്കെ ഇപ്പോഴത്തെ താഴ്ന്ന നിലവാരത്തെ ഒരു സ്ട്രക്ചറൽ ബെയർ ഫേസ് ആയല്ല, പകരം ഒരു സ്ട്രെസ് ഡ്രിവൺ കറക്ഷനായാണ് വിലയിരുത്തേണ്ടത്. ഇതും ആശ്വാസത്തിന് വക നൽകുന്ന ഒരു കാര്യമാണ്. ഈ സാഹചര്യത്തിൽ ആവറേജിങ് മികച്ച തന്ത്രമായിരിക്കുമോ എന്ന് പല നിക്ഷേപകരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ആവറേജിങ് നല്ലതാണ്, പക്ഷേ അതിന് ചില അവസരങ്ങളുമുണ്ട്. അത് ഒറ്റയടിക്ക് ചെയ്താൽ ചിലപ്പോൾ വീണ്ടും അപകടത്തിലായിരിക്കും കലാശിക്കുക. അതുകൊണ്ട് ആവറേജിങ് നടത്തുന്നവർ അത് ഘട്ടം ഘട്ടമായും അതുപോലെ തന്നെ വളരെ വിവേകത്തോടെയും ആയിരിക്കണമെന്ന് മാത്രം. മറ്റൊരു കാര്യം നിക്ഷേപകർ ഓർക്കാനുള്ളത് പരിഭ്രാന്തിയോടെയുള്ള വിൽപ്പന ഈ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കണം. ലോസ് ബുക്കിംഗ് കൊണ്ട് ഒരു നേട്ടവുമില്ലെന്ന് മാത്രമല്ല, വളരെ നാൾ കാത്തിരുന്ന് സൂക്ഷിച്ചു വെച്ചിരുന്ന ഓഹരികൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കേണ്ടി വരുന്നതിന്റെ വേദന അനുഭവിക്കുകയും വേണം. ഓഹരി നിക്ഷേപത്തിന് ഈ അവസരമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ചെറുകിട ഇടത്തരം ഓഹരികളായിരിക്കും, അതായത് സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഓഹരികളായിരിക്കും അഭികാമ്യം. വൻകിട ഓഹരികളാണ് ഇടിവിന്റെ കാലത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതെങ്കിലും കുതിപ്പിന്റെ കാലമെത്തുമ്പോൾ ചെറുകിട ഇടത്തരം ഓഹരികൾക്കാണ് കൂടുതൽ നേട്ടം സമ്മാനിക്കാൻ സാധിക്കുക. അതായത് ലാർജ് ക്യാപ് ഓഹരികൾ മുന്നേറുന്നതിനേക്കാൾ വേഗത്തിൽ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഓഹരികൾ മുന്നേറുന്നത് കാണാം. അതിനാൽ അത്തരം ഒരു തന്ത്രം സ്വീകരിക്കുന്നതായിരിക്കും ഇപ്പോൾ അഭികാമ്യം. ഇനി മ്യൂച്വൽ ഫണ്ട് പദ്ധതികളെ പറ്റി പറയുകയാണെങ്കിൽ, മ്യൂച്വൽ ഫണ്ട് പദ്ധതികളാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സെക്ടറൽ അല്ലെങ്കിൽ തീമാറ്റിക് ഫണ്ടുകൾ ഒഴിവാക്കുന്നതായിരിക്കും ഉചിതം. മൾട്ടി ക്യാപ് ഫണ്ടുകളോ ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളോ അതുമല്ലെങ്കിൽ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടുകളോ തിരഞ്ഞെടുക്കുന്നതായിരിക്കും അഭികാമ്യം. ഇനി ഇപ്പോഴത്തെ അവസ്ഥയെ അതിജീവിച്ച് നേട്ടത്തിലേക്ക് നയിക്കാൻ സഹായകമാകുന്ന ഓഹരികൾ ഉൾപ്പെടുന്ന 12 വ്യവസായ മേഖലകൾ ഏതൊക്കെ എന്ന് നോക്കാം. ഡിഫൻസ് ആണ് ഒരു പ്രധാന മേഖല, അതായത് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന വ്യവസായം. ആ മേഖലയിൽ പൊതുമേഖലയിലായും സ്വകാര്യ മേഖലയിലായും അനേകം കമ്പനികളുണ്ട്. അവയിൽ ചിലതൊക്കെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കമ്പനികളാണ്. അത്തരം കമ്പനികളുടെ ഓഹരികൾ തിരഞ്ഞെടുത്ത് അവയിൽ ഈ സമയത്ത് നിക്ഷേപം നടത്തിയാൽ അവ ചതിക്കില്ലെന്ന് ഉറപ്പാണ്. മറ്റൊന്ന് ഫാർമസ്യൂട്ടിക്കൽസ് മേഖലയാണ്. ഫാർമസ്യൂട്ടിക്കൽസ് വ്യവസായത്തിലെ, അതായത് ഔഷധ നിർമ്മാണ വ്യവസായത്തിലെ മികച്ച ഓഹരികളിൽ ഈ സമയത്ത് നിക്ഷേപിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലും നഗര മേഖലയിലുമൊക്കെ ഇപ്പോൾ വലിയ തോതിൽ ഉപഭോഗം നടക്കുന്നുണ്ട്. പ്രധാനമായും GST പരിഷ്കാരത്തിന്റെ ഫലമായാണ് ഇത്ര വലിയ തോതിലുള്ള ഉപഭോഗം നടക്കുന്നത്. ആ സ്ഥിതിക്ക് ഉപഭോഗ വസ്തുക്കൾ നിർമ്മിക്കുന്ന കമ്പനികൾ, പ്രത്യേകിച്ച് ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് FMCG, അത്തരം കമ്പനികളുടെ ഓഹരികൾ, അവയിലെ നല്ല ഓഹരികൾ അവ തെരഞ്ഞെടുത്ത് അവയിൽ ഈ സമയത്ത് നിക്ഷേപം നടത്തുന്നതും നല്ലതായിരിക്കും. ഓട്ടോമൊബൈൽസ്, ടെലികോം, സിമന്റ് തുടങ്ങിയ മേഖലകളിലെ മികച്ച ഓഹരികളിലും ഇപ്പോൾ നിക്ഷേപം നടത്തുന്നത് നല്ല ഒരു
നടപടിയായിരിക്കും. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ വലിയ തോതിലുള്ള മുൻഗണനയും പരിഗണനയും ഒക്കെയാണ് നൽകുന്നത്. ആ സ്ഥിതിക്ക് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ള മികച്ച കമ്പനികളുടെ ഓഹരികളിലും നിക്ഷേപത്തിന് ഇത് പറ്റിയ സമയമാണ്. മറ്റ് ചില മേഖലകൾ ഹെൽത്ത് കെയർ, ക്യാപിറ്റൽ ഗുഡ്സ്, എനർജി എന്നിവയാണ്. ഈ മേഖലകളിൽപ്പെട്ട മികച്ച ഓഹരികൾ കണ്ടെത്തി അവയിൽ നിക്ഷേപിക്കുന്നതും ഭാവിയിലേക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതായിരിക്കും. ഈ വ്യവസായ മേഖലകളിൽ നിന്നുള്ള മികച്ച ഓഹരികൾ തിരഞ്ഞെടുത്ത് അവ ഇപ്പോൾ സ്വന്തമാക്കുന്നത് ഭാവിയിൽ ഗണ്യമായ നേട്ടത്തിന് സഹായകമാകുമെങ്കിലും ഈ മേഖലകളിൽ തന്നെ പെട്ട ചില നല്ല ഓഹരികൾ ഒഴിവാക്കേണ്ടതുണ്ട്. അതായത് വെസ്റ്റ് ഏഷ്യ എക്സ്പോഷറുള്ള ചില കമ്പനികൾ അവ നല്ലതാണെങ്കിൽ കൂടി തൽക്കാലത്തെ ആഘാതം അവയുടെ ഭാവി കണക്കുകളിൽ പ്രതിഫലിക്കുമെന്നതിനാൽ അവ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഇനി നിക്ഷേപകർ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, കൈവശമുള്ള ഓഹരികൾ നഷ്ടം സഹിച്ചു വിറ്റുമാറുകയോ ഓഹരി നിക്ഷേപം എന്നേക്കുമായി മതിയാക്കുകയോ അല്ല. അതാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനി വില സൂചികകളുടെ അവസാന നിലയും നിഫ്റ്റിയുടെ സാധ്യതകളും പരിശോധിക്കാം. സെൻസെക്സ് അവസാനിച്ചിരിക്കുന്നത് 74,563.92 നിലവാരത്തിലാണ്. 75,000 പോയിന്റിൽ പോലും സെൻസെക്സിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നു എന്നത് വളരെ ഖേദകരമായ അവസ്ഥയാണ്. ഏതാണ്ട് ഒരു വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് ഇപ്പോൾ സെൻസെക്സ് എത്തിയിരിക്കുന്നത്. നിഫ്റ്റി ആണെങ്കിൽ 23,151.10 നിലവാരത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. കോവിഡ് വ്യാപനത്തിന് ശേഷം ഇത്ര മോശമായ പ്രകടനം ഒരു മാസത്തിലും നിഫ്റ്റി കാഴ്ചവെച്ചിട്ടില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിഫ്റ്റി ബാങ്ക് സൂചിക അവസാനിച്ചിരിക്കുന്നത് 53,757.85 നിലവാരത്തിലാണ്. ഈ നിലവാരങ്ങളെല്ലാം തന്നെ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ വളരെ താഴ്ന്നതാണ്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ പിന്തുണ സംബന്ധിച്ചോ നിഫ്റ്റിയുടെ പ്രതിരോധം സംബന്ധിച്ചോ എന്തെങ്കിലും അനുമാനങ്ങൾ ഈ സന്ദർഭത്തിൽ പ്രകടിപ്പിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് തോന്നുന്നില്ല. പരമ്പരാഗതമായ ചില മാർഗങ്ങളിലൂടെ വില സൂചികകളുടെ അനുമാനങ്ങൾ കണ്ടെത്താറുണ്ട്. എന്നാൽ അത്തരം പരമ്പരാഗത മാർഗങ്ങൾ അതായത് ചാർട്ടുകൾ പോലുള്ള പരമ്പരാഗത മാർഗങ്ങൾ അവയൊന്നും തന്നെ ഇപ്പോൾ ആശ്രയിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയായതിനാൽ നിഫ്റ്റിയുടെ വരും ദിവസങ്ങളിലെ സാധ്യതകൾ സംബന്ധിച്ച് പ്രത്യേക സൂചനകളൊന്നും നൽകാൻ കഴിയുന്നില്ലെങ്കിലും നിഫ്റ്റി ഒരു പക്ഷേ 23,000 പോയിന്റിന് താഴേക്ക് പോയാൽ പോലും അത്ഭുതം ഇല്ല.